ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്, സോളിഡ്സ്. ക്രിസ്മസിന് ശേഷമുള്ള ആദ്യത്തെ നിങ്ങളുടെ സിലബസിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് സോളിഡ്സ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്സിനെ പറ്റി, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലും പ്രിസമാണ് പഠിച്ചത്. നിങ്ങൾക്ക് ഈ പ്രാവശ്യം നമ്മൾ പിരമിഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പിരമിഡും പ്രിസവും തമ്മിലുള്ള വ്യത്യാസം? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതനുസരിച്ച് പ്രിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ബേസസ് ആർ സെയിം. എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ? താഴെ മേളിലും കാണുന്ന ഈ ഭാഗം സെയിം സൈസ്, സെയിം ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഏതൊരു ഷേപ്പായിട്ട് വരുന്നത്? ഏകദേശം ഒരു ട്രയാങ്കിളായിട്ട് വരുന്നില്ലേ ഇത്? അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രയാങ്കുലർ പ്രിസം. അതിൻ്റെ വിഷം ചിലപ്പോൾ സ്ക്വയർ ആകാം, പെൻറ്റഗൺ ആകാം, ഹെക്സഗൺ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഇതിന് പേര് വരുന്നത്. ഇതിപ്പോൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിനെ ട്രയാങ്കിൾ പ്രിസം എന്ന് പറയും. ഓക്കെ, ബേസ് 2 ബേസസ് ആർ സെയിം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സൈഡ്സും റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് പിരമിഡിൻ്റെ പ്രത്യേകത? പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി പഠിച്ച ഈജിപ്തിലുള്ള പിരമിഡ് അത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അതിന് പിരമിഡ് എന്ന പേര് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ പിരമിഡിനെ പറ്റി പറയാൻ പോവാണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് എന്നായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 2 ബേസും സ്ക്വയർ ആയിരിക്കുമോ? നോക്കാം. എനിക്ക് ഇതൊരു ബേസ്, അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണ്. പക്ഷേ അടുത്ത ബേസ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ആയിരിക്കും. കണ്ടോ, പോയിൻറ്റഡ് ആയിരിക്കും. ആ പോയിൻറ്റിന് നമ്മൾ അപ്പെക്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 ട്രയാങ്കിൾസ് ആയിരിക്കും. ഇത് കണ്ടോ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നടുക്ക് ഒരു സ്ക്വയറും, ഇത് സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ടാണ് സ്ക്വയറും 4 ട്രയാങ്കിൾസും. ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകാം, ഐസോസിലസ് ട്രയാങ്കിൾ ആകാം. ഈക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 3 വശവും ഒരുപോലുള്ള ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 വശം ഒരുപോലെ, 2 വശങ്ങൾ ഒരുപോലെ, ഒരു വശം അളവ് വ്യത്യാസമായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയേ ഉള്ളൂ. ബേസസ് ഡിഫറൻ്റ് ആയിരിക്കും. ടോപ്പ് ബേസ് പോയിൻറ്റഡ് ആയിരിക്കും. ഇനി ഇതിൽ നമുക്ക് ഈ പ്രിസത്തിൽ അറിയേണ്ട പ്രധാനപ്പെട്ട കുറേ ടേംസ് ഉണ്ട്. ആ ടേംസാണ് വെച്ചാണ് നമ്മൾ ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബേസ് ഓഫ് ദി ട്രയാങ്കിൾ അല്ലെങ്കിൽ പിരമിഡ്. അതിൻ്റെ ലെറ്റർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ ആണ്. എനിക്ക് ഏതായിരിക്കും ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതായിരിക്കും ബേസ്. ഇനി അടുത്തതാണ് ഈ ചരിഞ്ഞിരിക്കുന്ന വശമാണ് ലാറ്ററൽ എഡ്ജ്. ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ലോവർ കേസ് ഇ. പിന്നെ ഇതുണ്ട് സ്ലാൻഡ് ഹൈറ്റ്. ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എൽ. നമുക്ക് നോക്കാം ഇതെല്ലാം ഏതാണെന്ന് നോക്കാം. നോക്കി, ഇങ്ങനെ വരുമ്പോൾ ട്രയാങ്കിൾ വരുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ലാറ്ററൽ എഡ്ജ്, ഇതായിരിക്കും സ്ലാൻഡ് ഹൈറ്റ് ഒരിക്കലും വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതല്ല, 90 ഡിഗ്രി നിൽക്കുന്നതല്ല. ഇവിടെ സ്ലാൻഡ് ആണ്, ചരിഞ്ഞതാണ്. ഈ ട്രയാങ്കിൾ ഇങ്ങനെ പിരമിഡായിട്ട് വരുമ്പോൾ ചരിഞ്ഞിരിക്കുന്നതിനെയാണ് എൽ എന്ന് പറയുന്നത്. അതാണ് സ്ലാൻഡ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഒറിജിനൽ ഹൈറ്റ് ഉണ്ട്, ബേസ് തൊട്ട് അപ്പെക്സ് വരെയുള്ള. അപ്പെക്സ് ഉദ്ദേശിക്കുന്ന ഈ പോയിന്റഡ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് അപ്പെക്സ്. ബേസ് തൊട്ട് അപ്പെക്സ് വരെയുള്ളതായിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആയിരിക്കും എച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ബേസ് എ. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഈ സ്ക്വയറിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആയിരിക്കും. അത് എ. പിന്നെ ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുന്ന വശം, സൈഡ്, അത് ഇ ആയിട്ട്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഹൈറ്റാണ്. ഈ ഹൈറ്റ്, ചരിഞ്ഞ ഹൈറ്റ്, അത് സ്ലാൻഡ് ഹൈറ്റ് എൽ. പിന്നെ ഹൈറ്റും വരും. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ബാക്കി പ്രോബ്ലംസൊക്കെ അടുത്തതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.